പ്ലസ് ടുവും ബിടെക്കും കയ്യിലുള്ള കുട്ടികളാണോ നിങ്ങൾ? റെയിൽവേയിൽ ഈ വർഷം 12,000 ഒഴിവുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 4 വ്യത്യസ്ത പരീക്ഷകൾ, 4 അവസരങ്ങൾ. അതെ, ഞാൻ പറയുന്നത് RRB കണ്ടക്ട് ചെയ്യുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം, NTPC ഗ്രാജുവേറ്റ് എക്സാം, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, RRB സെക്ഷൻ കൺട്രോളർ എക്സാമിനെ കുറിച്ചാണ്. പ്ലസ് ടുവും ബിടെക്കും കൈവശമുള്ളവർക്ക് ഈ 4 പരീക്ഷകളിലേക്കും അപേക്ഷിക്കാം, ഈ 4 പരീക്ഷകളും എഴുതാം, ഈ 4 പരീക്ഷകളും ഒരുമിച്ച് പഠിക്കാനും സാധിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള സംശയമാണ്, ജൂനിയർ എഞ്ചിനീയർ പോലെയുള്ള ഒരു ടെക്നിക്കൽ പരീക്ഷയും സെക്ഷൻ കൺട്രോളർ പോലുള്ള ഒരു പരീക്ഷയും NTPC പരീക്ഷയും എങ്ങനെയാണ് ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് ഈ 3 പരീക്ഷകളുടെയും അല്ലെങ്കിൽ ഈ 4 പരീക്ഷകളുടെയും സിലബസ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? ജൂനിയർ എഞ്ചിനീയർ എക്സാം 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാം ഘട്ടം കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. അവിടെ നിങ്ങൾക്ക് 55 മാർക്കിന് മാത്സും റീസണിങ്ങും പഠിക്കാനുണ്ട്, 30 മാർക്കിന് സയൻസ് പഠിക്കാനുണ്ട്, 15 മാർക്കിന് ജനറൽ അവയർനെസ് അഥവാ GK പഠിക്കാനുണ്ട്. NTPC പരീക്ഷ അത് ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, രണ്ടിനും സിമിലർ സിലബസ് ആണ്. 2 ടയറിലാണ് 2 പരീക്ഷയും കണ്ടക്ട് ചെയ്യുന്നത്. 2 ടയറുകൾക്കും ഒരേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ടയർ 1-ന് മാത്സിനും റീസണിങ്ങിനും കൂടെ 60 മാർക്കാണ് നിങ്ങൾക്കുള്ളത്, 40 മാർക്ക് GKക്കും. എന്നാൽ ഈ GKക്ക് അകത്ത് നിങ്ങൾക്ക് എന്തുകൂടെ പഠിക്കാനുണ്ട്? സയൻസും കൂടെ പഠിക്കേണ്ടി വരും. എന്നാൽ സെക്ഷൻ കൺട്രോളർ എക്സാം ആയിക്കോട്ടെ, സിംഗിൾ ടയർ എക്സാം ആണ്. അവിടെ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും മാത്സും റീസണിങ്ങും തന്നെയാണ്. എന്നാൽ ഈ മാത്സും റീസണിങ്ങും തന്നെയാണ് നിങ്ങൾക്ക് NTPCക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയും പഠിക്കേണ്ടി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 4 പരീക്ഷകൾക്കും സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെ വെയിറ്റേജിന്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഈ 4 പരീക്ഷകളുടെയും സിമിലാരിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനുതകുന്ന വിധത്തിലുള്ള ക്ലാസ്സുകൾ, ഷോർട്ട് നോട്ടുകൾ, ക്യൂ കാർഡുകൾ, ടെസ്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടിലൻ കോഴ്സുമായിട്ടാണ് സ്കോർ ടീം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സൂപ്പർ കോംബോ ബാച്ച്. ഈ വരുന്ന നവംബർ 28-നാണ് നമ്മുടെ സൂപ്പർ കോംബോ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ വർഷം നമുക്ക് റെയിൽവേയിൽ ഒരു ജോലി നേടാം സ്കോറിനോടൊപ്പം. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ വല്ലപ്പോഴും മാത്രം വീണ് കിട്ടുന്നതാണ്. ഇത് തന്നെയാണ് മത്സര പരീക്ഷകളെയും വ്യത്യസ്തമാക്കി മാറ്റുന്നത്. നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാം എഴുതാൻ പോകുമ്പോൾ അന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും, അല്ലേ? ആ കോമ്പറ്റേറ്റീവ് എക്സാം നേരാവണ്ണം എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പാകപ്പഴ പറ്റിക്കഴിഞ്ഞാൽ ആ അവസരം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ കൈവശം പ്ലസ് ടുവോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം ബിടെക്കോ എടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങൾക്ക് 12,000 അവസരങ്ങളാണ്, 12,000 ഒഴിവുകളാണ് ഈ ഒരു വർഷത്തേക്ക് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഓൾറെഡി ഇതിന് മുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടെ അത് ആവർത്തിച്ച് പറയുകയാണ്. ഈ 12,000 ഒഴിവുകൾ 4 പരീക്ഷയിലൂടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. 4 പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ 4 അവസരങ്ങൾ, അല്ലേ? ആദ്യത്തെ ഒരു പരീക്ഷ എഴുതി അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധ്യത നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, പ്ലസ് 2 പഠിച്ചതിന് ശേഷം ബിടെക് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടുന്ന അവസരങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പർ കോംബോ ബാച്ച് നമ്മളിവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ബാച്ചിനെ പറ്റിയിട്ടും അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അങ്ങനെയല്ല, നമ്മളെ ബാച്ചിൽ താല്പര്യമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ തീരുമാനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വേണം നിങ്ങൾ ഈ 4 പരീക്ഷകളെയും അഭിമുഖീകരിക്കാൻ, ഇതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അടക്കം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഒരു ആമുഖം കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. റെയിൽവേ എക്സാംസ്, RRB സെക്ഷൻ കൺട്രോളർ, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, RRB NTPC എക്സാം എന്തുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പഠിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഇവിടെ RRB NTPC എക്സാം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുമാണ്. അപ്പോൾ 4 പരീക്ഷകൾ ഈ വർഷം വിളിച്ചിട്ടുള്ള 4 പരീക്ഷകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിൽ ചിലപ്പോൾ പല കുട്ടികളും സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന എക്സാമിനെ പറ്റി ചിലപ്പോൾ അറിഞ്ഞു കാണില്ല.
അവർക്ക് 3 അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കാരണം ഈ 3 പരീക്ഷകളുടെയും ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ആയിക്കോട്ടെ, ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആയിക്കോട്ടെ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആയിക്കോട്ടെ, ഈ 3 പരീക്ഷകളുടെയും എക്സാമിനേഷൻ ഇപ്പോൾ ലൈവാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ്, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ ഓരോ എക്സാമിന് വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് RRB സെലക്ട് ചെയ്യണം, ഏത് പോസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കണം, പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, RRB എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, വേക്കൻസി ചാർട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്, അത് കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി എങ്ങനെയാണ്, അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്താണ് തുടങ്ങിയ എല്ലാ വീഡിയോസും, എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയ എല്ലാ വീഡിയോസും നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ചാനലിലും സ്കോർ അക്കാഡമിയുടെ ചാനലിലുമായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ 3 പരീക്ഷകളുടെയും ഒരു ഓവറോൾ കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, RRB NTPC എക്സാം, RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, ഈ 3 പരീക്ഷകളാണ് ഞാനിവിടെ താരതമ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള UR EWS കാൻഡിഡേറ്റ്സിനാണ് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള UR EWS കാൻഡിഡേറ്റ്സിന് തന്നെയാണ് NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള UR EWS കാൻഡിഡേറ്റ്സിനാണ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏജ് റിലാക്സേഷൻ OBC-കാർക്ക് അധിക 3 വർഷവും SC/ST-കാർക്ക് അധിക 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമയോ ബിടെക്കോ ആണ്. ഡിപ്ലോമയോ അതിന് മുകളിൽ ബിടെക്കോ എംടെക്കോ ഉള്ളവർക്കും എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഗ്രാജുവേറ്റിന് ഡിഗ്രിയാണ്, അണ്ടർ ഗ്രാജുവേറ്റിന് +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. വേക്കൻസി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 2569 ഒഴിവുകളാണ് JEE-ക്ക് ഉള്ളത്. ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ 5810, അണ്ടർ ഗ്രാജുവേറ്റിനാണെങ്കിൽ 3058. അങ്ങനെ ആകെ തുക 11437 ഒഴിവുകളാണ് ഈ 3 പരീക്ഷകളും കൂടെ ഉള്ളത്. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയ ഒരു പരീക്ഷ കൂടി ഉണ്ട്, അതാണ് സെക്ഷൻ കൺട്രോളർ എക്സാം. 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത്. ഞാനിത് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ്ഡ് ആണ്. ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇനി പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. പുതിയതായിട്ടുള്ള അവർ അപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. ഇതിന് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 368 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഈ എക്സാമും കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടോട്ടൽ ഒഴിവെന്ന് പറയുന്നത് 11,805, അറൌണ്ട് 12,000 വേക്കൻസീസ് ആണ് നിങ്ങൾക്ക് ഈ വർഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +2 അല്ലെങ്കിൽ ബിടെക് ഉള്ള ആൾക്കാർക്ക്, ബിടെക് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാം, സെക്ഷൻ കൺട്രോളർ അപ്ലൈ ചെയ്യാം, JEE അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ കൈവശം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓവറോൾ കമ്പാരിസൺ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇപ്പം ഓക്കെ, 4 പരീക്ഷകളാണ്, 4 അവസരങ്ങളാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഇതെങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത്, ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റുന്നത്? നമുക്ക് സിലബസ് കമ്പാരിസൻ്റെ ഒരു ചാർട്ടും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം, സെക്ഷൻ കൺട്രോളർ എക്സാം ആണ് ഇവിടെ എക്സാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ അതിന് ഓരോന്നിനും പഠിക്കാനുള്ള വിഷയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT 1 ആണ് നമ്മളിവിടെ കമ്പാരിസന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, CBT 1 ആണ് എന്ത് വരുന്നത്, നോൺ ടെക് പാർട്ട് വരുന്നത് അല്ലേ. നോൺ ടെക്നിക്കലാണ് CBT 1 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളാണ് JEE എക്സാമിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് മാത്സ് 30 മാർക്കിന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, റീസണിങ് 25 മാർക്ക്, സയൻസ് 30 മാർക്ക്, GK 15 മാർക്ക്. ഇതാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും സിമിലർ സിലബസ് തന്നെയാണ് എന്തിനുള്ളത്, CBT 1-നും CBT 2-നും ഉള്ളത്. അത് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഒരേ സിലബസ് തന്നെയാണ് പഠിക്കാനുള്ളത്. അതെങ്ങനെ ശരിയാവുന്നതായിരിക്കും നിങ്ങളുടെ സംശയം. ഗ്രാജുവേറ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം കൂടുതലായിരിക്കും, അണ്ടർ ഗ്രാജുവേറ്റിന് അത്ര ടഫുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഇല്ല. പക്ഷെ പഠിക്കാനുള്ള സിലബസ് സെയിം ആണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണ്. 2 ടയറിനും ഒരേ കാര്യം തന്നെയാണ് പഠിക്കാനുള്ളത്. ഇത് NTPC എക്സാമിന്. അപ്പോൾ JEE എക്സാം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ NTPCയെ പറ്റി അറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എക്സാമിൻ്റെ സാധ്യത കൂടെ മനസ്സിലാക്കുക. ഒരൊറ്റ സിലബസ് പഠിച്ചാൽ 2 ടയറുകൾ അല്ലെ, 2 ടയർ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. 2 പരീക്ഷകൾ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ അവസരങ്ങൾ കാണാതെ പോകരുത്. ഇത് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെക്ഷൻ കൺട്രോളർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സയൻസ് പഠിക്കേണ്ട, GK പഠിക്കേണ്ട. ആൻഡ് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ ടയർ എക്സാം ആണ്, ഒറ്റ ടയർ മാത്രമേ ഉള്ളൂ പഠിച്ചെഴുതാനായിട്ട്. പിന്നെ ഉള്ളത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്.
അതല്ലാത്ത പക്ഷം സിംഗിൾ ടയർ എക്സാം ആണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവിടെ മാത്സും റീസണിങ്ങും മാത്രമേ പഠിക്കാനുള്ളൂ. റീസണിങ്ങിനകത്ത് ഞാൻ 20 ആയിട്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ഭാഗവും മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമാണ് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ 20+20. മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണ് 60 മാർക്കിനും ചോദിച്ചിരിക്കുന്നത്. 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. അതിനകത്ത് എന്ത് പഠിക്കേണ്ട നിങ്ങൾ? സയൻസും പഠിക്കേണ്ട, ജികെയും പഠിക്കേണ്ട. സെക്ഷൻ കൺട്രോളർ മാത്രം എഴുതുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 പരീക്ഷകളും എഴുതാൻ പോകുന്ന കുട്ടികൾ. അപ്പോൾ ഏതാണ് നാലാമത്തെ? ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ്. അല്ല, അത് രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. രണ്ട് പരീക്ഷയായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുക. 4 അവസരങ്ങൾ. അപ്പോൾ ആ 4 പരീക്ഷകൾ എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാം, റീസണിങ് പഠിക്കാനുണ്ട്, സയൻസ് പഠിക്കാനുണ്ട്, ജികെ പഠിക്കാനുണ്ട്. മൊത്തത്തിൽ ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 4 പരീക്ഷകൾക്കും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന സയൻസ് 30 മാർക്കിൻ്റെ സയൻസ് ആണ്. NTPC ഡിമാൻഡ് ചെയ്യുന്ന സയൻസ് എന്ന് പറയുന്നത് 4 മുതൽ 5 മാർക്ക് വരെയുള്ള സയൻസ് ആണ്. അപ്പോൾ അത്രയും പഠിച്ചാൽ മതി അല്ലേ? ഇനി GK ഡിമാൻഡ് ചെയ്യുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് 15 മാർക്കിനുള്ള GK വേണ്ടു. അതിൽ തന്നെ 10 മാർക്ക് സ്റ്റാറ്റിക് പാർട്ടും ഒരു 5 മാർക്ക് കറണ്ട് അഫെയറിൽ നിന്നും ചോദ്യം വരും. എന്നാൽ NTPCക്ക് നോക്കാം, ഈ 40 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 40-ൽ 5 മാർക്ക് നമുക്ക് എന്തിനു കൊടുക്കാം? സയൻസിന് കൊടുക്കാം. ഒരു 15 മാർക്ക് നിങ്ങൾക്ക് എന്തിനു കൊടുക്കാം? കറണ്ട് അഫയേഴ്സിനും കൊടുക്കാം. ബാക്കി 20 മാർക്ക് എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിരിക്കും. ഹിസ്റ്ററിയും പൊളിറ്റിയും ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെ അടങ്ങുന്ന സ്റ്റാറ്റിക്കിൽ നിന്നായിരിക്കും ബാക്കി 20 മാർക്ക് ചോദിക്കുക. അപ്പോൾ GKക്ക് അത്രയും വെയിറ്റേജ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ ആണ് ഇതിൻ്റെ ഒരു സിലബസ് തന്നിരിക്കുന്നത്. ഇനി എക്സാം എങ്ങനെയായിരിക്കും നടക്കുക, അതിൻ്റെ അവസരങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്ന പരീക്ഷ സെക്ഷൻ കൺട്രോളർ എക്സാം ആയിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നത് പ്രകാരം ഏറ്റവും ആദ്യം വന്ന നോട്ടിഫിക്കേഷൻ സെക്ഷൻ കൺട്രോളർ എക്സാമിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ കൺട്രോളർ പരീക്ഷയായിരിക്കും ആദ്യം നടക്കാനായിട്ടുള്ള സാധ്യത. ഇനി രണ്ടാമത് നടക്കാനുള്ള സാധ്യത ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ വരുന്നത് സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 05/2025 ആണ്. 2025 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്ന ഓർഡറിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എക്സാം നടക്കുക. അതുകൊണ്ടാണ് JEE രണ്ടാമത് എക്സാം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിനുശേഷം വരുന്ന എക്സാം ആയിരിക്കും ഗ്രാജുവേറ്റ് ലെവൽ. അതിനുശേഷം വരുന്ന എക്സാം ആയിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. അപ്പോൾ ഈ 4 പരീക്ഷകൾ, സെക്ഷൻ കൺട്രോളർ പരീക്ഷ കഴിഞ്ഞു, അത് കഴിഞ്ഞ JEE, അത് കഴിഞ്ഞ ഗ്രാജുവേറ്റ്, അത് കഴിഞ്ഞ അണ്ടർ ഗ്രാജുവേറ്റ്. ഈ JEE ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഇതിനെല്ലാം തന്നെ നിങ്ങൾക്ക് 2 CBTs ഉണ്ടായിരിക്കും. CBT 1 ഉണ്ടായിരിക്കും, CBT 2 ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക? എന്താണ് ഇതിൻ്റെ പിന്നെ ഒരു ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എല്ലാ പരീക്ഷയ്ക്കും സെക്ഷൻ കൺട്രോളർ, JEE, ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഈ എല്ലാത്തിനും മാത്സ് ആൻഡ് റീസണിങ് പഠിച്ചേ പറ്റൂ. നിങ്ങൾ റെയിൽവേ എന്ന് മാത്രമല്ല, നിങ്ങൾ കേരള PSC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേരള PSCയിലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20 മാർക്കാണ് മാത്സ് വരുന്നത് അല്ലേ? ഇവിടെയും RRB പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും മാത്സ് റീസണിങ് ഉണ്ട്. നിങ്ങൾ SSC പരീക്ഷയ്ക്ക് പോയാൽ അവിടെയും മാത്സ് റീസണിങ് ഉണ്ട്. ബാങ്കിങ് എക്സാമിന് പോയാൽ അവിടെയും മാത്സ് റീസണിങ് ഉണ്ട്. അപ്പോൾ മാത്സ് ആൻഡ് റീസണിങ് ഇല്ലാത്ത കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എല്ലാത്തിനും കൂടെ നിങ്ങൾ എന്ത് പഠിച്ചേ പറ്റൂ? മാത്സ് ആൻഡ് റീസണിങ് പഠിച്ചേ പറ്റൂ. രണ്ടാമത്തെ പോയിന്റ്, സയൻസ് എത്രത്തോളം പഠിക്കേണ്ടി വരും? ഞാൻ പറയുന്നത് ഈ 4 പരീക്ഷകളും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളിതിൽ NTPC മാത്രം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കേണ്ട കാര്യമില്ല. JEE മാത്രം പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളിത് കേൾക്കേണ്ട കാര്യമില്ല. 4 പരീക്ഷകളും ഒരുമിച്ച് പഠിച്ച് 4 അവസരങ്ങളെ വിനിയോഗിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, മാത്സ് ആൻഡ് റീസണിങ് നിങ്ങൾ എല്ലാ എക്സാമിനും പഠിച്ചേ പറ്റൂ. അപ്പോൾ അതിന് അത്രയും പ്രയോറിറ്റി ഉണ്ട്. അത് അത്രയും നിങ്ങൾ എളുപ്പമാക്കി എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യം. 2, സയൻസ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ലെവലിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ 4 പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സയൻസ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ലെവലിൽ പഠിക്കണം. അതെന്താണ്? സെപ്പറേറ്റ് ഒരു ലെവലാണോ JEE ലെവൽ? അതെ. കാരണം JEEക്ക് 30 മാർക്കാണ് CBT 1 സയൻസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നിന്ന് 10 ചോദ്യം, കെമിസ്ട്രിയിൽ നിന്ന് 10 ചോദ്യം, ബയോളജിയിൽ നിന്ന് 10 ചോദ്യം. ഈ രീതിയിലായിരിക്കും സയൻസ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ 4 പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ സയൻസ് 30 മാർക്കിൻ്റെ ലെവലിൽ പഠിക്കാതെ NTPC ഗ്രാജുവേറ്റിനോ അണ്ടർ ഗ്രാജുവേറ്റിനോ ചോദിക്കുന്ന രീതിയിൽ 4 മാർക്കോ 5 മാർക്കോ ഉള്ളോ എന്നുള്ള ലാഘവത്തിലെടുത്താൽ നിങ്ങൾക്ക് JEE എക്സാം നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവും. ഞാൻ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ, ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി ഈ 4 പരീക്ഷയും അറ്റ് എ ടൈം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പം സയൻസ് JEEയുടെ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇനി GK NTPC ലെവലിൽ പഠിക്കണം. കാരണം എന്താ? നിങ്ങൾ JEEക്ക് ചോദിക്കുന്ന 15 മാർക്കിൻ്റെ GK എന്ന് പറഞ്ഞാൽ കൂടുതൽ കറണ്ട് അഫെയറിന് ഫോക്കസ് കൊടുത്തു, കുറച്ച് അപ്പോയിൻമെൻറ്റ്സ്, സ്കീംസ്, അതുപോലെ തന്നെ കുറച്ച് ബുക്സ് ആൻഡ് ഓതേഴ്സ്, പേഴ്സണാലിറ്റീസ്, അവിടെ ഇവിടെയും കുറച്ച് PYQs ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ JEEയുടെ GK നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല?
NTPC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം NTPCക്ക് 40 മാർക്കാണ്, അത് ടയർ 1-ന്. ടയർ 2-ന് 50 മാർക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഒരു ടോപ്പറാണ്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ആളുടെ ഇൻ്റർവ്യൂ എല്ലാം നമ്മുടെ ചാനലിൽ ലഭ്യമാണ്, അതിൻ്റെ റീലും കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. പുള്ളി കഴിഞ്ഞ വർഷം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്രാക്ക് ചെയ്ത ആളാണ്. NTPC CBT 1 പുള്ളി ക്രാക്ക് ചെയ്ത ആളാണ്. CBT 2 എക്സാമിൻ്റെ ഏകദേശം അടുത്തെത്തിയപ്പോഴാണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെ റിസൾട്ട് വരുന്നതും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് പുള്ളി ഇന്നാണെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ പുള്ളി CBT 2 എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും അത് എഴുതാനായിട്ടും തീരുമാനിച്ചു. അപ്പോൾ JEE പഠിച്ചത് കൊണ്ട് NTPC ഗ്രാജുവേറ്റിൻ്റെ CBT 1 പുള്ളി ക്ലിയർ ചെയ്തു. കാരണം പുള്ളിക്ക് GK അത്ര സ്ട്രോങ് ആയിട്ടുള്ള പുള്ളിയല്ല, GK അത്ര സ്ട്രോങ് അല്ല. പക്ഷേ മാത്സ് ആൻഡ് റീസണിങ് പുള്ളിയുടെ കൈവശം ഉണ്ടായിരുന്നു. 60 മാർക്കാണ് മാത്സ് ആൻഡ് റീസണിങ്ങിന് എവിടെ ഉള്ളത്, NTPCക്ക് ഉള്ളത്. ബാക്കി GK 15 മാർക്കിൻ്റെ GK പുള്ളി JEE പഠിച്ച ഒരു പിടുത്തം പുള്ളിയുടെ കൈവശം ഉണ്ട്. അതും പുള്ളി കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഒരു 75 റേഞ്ചിൽ മാർക്ക് വാങ്ങിക്കുകയും NTPC ഗ്രാജുവേറ്റ് ലെവലിൽ ടയർ 1 എക്സാം പുള്ളി ക്ലിയർ ചെയ്യുകയും ചെയ്തു. ടയർ 2-ന് പുള്ളിക്ക് പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്താ കാരണം? GK പുള്ളി വേണ്ടത്ര വിധത്തിൽ പഠിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ടയർ 2 എന്ന് പറയുന്നത് 120 മാർക്സിനാണ്. നിങ്ങൾ ടയർ 1 JEE പഠിക്കുന്ന ബിടെക്കുകാർ ടയർ 1 എക്സാം ചിലപ്പോൾ ഗ്രാജുവേറ്റിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും കടക്കാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, കടക്കാൻ സാധ്യതയുണ്ട് JEEയുടെ ഒരു പ്രൊഫഷണൽ ലെവൽ വെച്ചുകൊണ്ട്. പക്ഷേ ടയർ 2 നിങ്ങൾ കടക്കില്ല. കാരണം എന്താ? 120 മാർക്കിൽ 50 മാർക്ക് എന്താണ്? GK ആണ്. നിങ്ങൾ JEEക്ക് പഠിക്കുന്ന GK എന്ന് പറയുന്നത് എത്ര മാർക്ക് മാത്രമേ വരുന്നുള്ളൂ? 15 മാർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു നോളജ് ലെവൽ വെച്ചുകൊണ്ട് ഈ 50 മാർക്കിൻ്റെ GK നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ബാക്കി നിങ്ങൾ മാത്സ് റീസണിങ് മുറുകി പിടിച്ചാൽ 70 മാർക്ക് കിട്ടും NTPCക്ക്. പ്ലസ് 50 മാർക്കാണ് എന്ത് വരുന്നത്? GK വരുന്നത്. ഈ 70 നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിക്കും. ഈ 50-ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും? നിങ്ങളൊരു 20 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര വരും? 90 വരും ഔട്ട് ഓഫ് 120. മനസ്സിലാവുന്നുണ്ടോ? ഇത്തവണത്തെ CBT 2-ൻ്റെ മാർക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ 80+ നല്ല പോലെ മാർക്കുണ്ട്. ഇത് 70 മാർക്ക് നിങ്ങൾക്ക് മാത്സ് റീസണിങ് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റിയാലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതെന്തായാലും നടക്കാൻ പോകുന്ന കാര്യമല്ല, എത്ര എളുപ്പമുള്ള കാര്യമല്ല. നടക്കാൻ പോകില്ല എന്നൊന്നും ഞാൻ പറയില്ല, എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്? GK വേണ്ടത്ര വിധത്തിൽ പഠിച്ചില്ല. അപ്പോൾ GK പഠിക്കുമ്പോൾ ഈ 4 പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇതിലെ സെക്ഷൻ കൺട്രോളർ മാറ്റി വെച്ച JEEക്കും NTPCക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, NTPCയുടെ GK എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ JEEക്ക് പഠിക്കുന്ന GKയുടെ ക്ലാസ്സുകൾ, JEEക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ മെറ്റീരിയൽ വെച്ചുകൊണ്ട് നിങ്ങൾ NTPC പ്രിപ്പയർ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ NTPC ക്രാക്ക് ചെയ്യില്ല. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള സിലബസുകളുണ്ട്, വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുകയും വേണം. പക്ഷെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും, അതിൽ സംശയമൊന്നുമില്ല. മാത്സ് റീസണിങ് ഈ പറഞ്ഞ 4 പരീക്ഷകൾക്കും ഓൾമോസ്റ്റ് സിമിലർ ആണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കും, മാത്സ് റീസണിങ് എന്തായാലും പഠിക്കണം, സയൻസ് JEE ലെവലിൽ പഠിക്കണം, GK NTPC ലെവലിൽ പഠിക്കണം. എന്തിനാണ് ഞാൻ ഈ പാടുപെടുന്നത്? ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ പോരെ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. എന്താണ് അതിൻ്റെ കാരണം? എന്തുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് പഠിക്കണം? 4 പരീക്ഷകളാണ്, 4 അവസരങ്ങളാണ്. നിങ്ങൾ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന 368 ഒഴിവുകൾ മാത്രമുള്ള ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എക്സാമിന് ഡേ വരുന്നു, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി 3 അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇല്ല, അല്ലേ? ഇതങ്ങനെയല്ല. 4 എക്സാംസ്, 4 അവസരങ്ങൾ. അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ഫോക്കസ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഈ 4 പരീക്ഷകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന 4 പരീക്ഷകളും അത്യാവശ്യം സാലറി ഉള്ളതാണ്. അറൗണ്ട് 45K to 70K വരെ സാലറി ഉള്ള ജോലികളാണ്. അത്രയും അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺസ് ഇതിനെപ്പറ്റി കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കാണുന്നത് നമ്മുടെ NTPC സൂപ്പർ കോംബോ 4-in-1 കോഴ്സിൻ്റെ ഫസ്റ്റ് വീക്കിൻ്റെ ഷെഡ്യൂളാണ്. അതായത് നമ്മൾ കോഴ്സ് ചുമ്മാ അങ്ങ് പ്രൊവൈഡ് ചെയ്തിട്ട് പഠിച്ചോടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകൾ തരികയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ തരികയാണ് ചെയ്യുന്നത്, പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് തരികയാണ് ചെയ്യുന്നത്. നമ്മൾ 1 വീക്കിൽ, വീക്ക് 1-ൽ നമ്മൾ ഈ തരുന്ന പ്രകാരമുള്ള അത്രയും കണ്ടന്റുകൾ, അത്രയും ക്ലാസ്സുകൾ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ 4 പരീക്ഷകൾ നിങ്ങൾ ക്രാക്ക് ചെയ്യും. കാരണം വീക്ക് 1-ൽ മാത്സിന് എത്ര ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കണം, അതിൻ്റെ റിവിഷന് വേണ്ട ക്ലാസ്സുകൾ എത്രയാണ്, റീസണിങ് എത്ര ക്ലാസ് പഠിക്കണം, അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ എത്രയാണ്, സയൻസ് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ടെസ്റ്റുകൾ ആ സൺഡേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് വീക്ക് 1 തൊട്ട് ഷെഡ്യൂൾ പ്രകാരം എന്ത് ചെയ്യാം? എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് പഠിക്കേണ്ടതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾ നമ്മുടെ കോഴ്സിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ കോഴ്സ് എടുത്ത് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ക്ലാസ്സുകൾ അതേപോലെ പഠിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 4 പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും.
മനസ്സിലാവുന്നുണ്ടോ? ടൈറ്റ് ആയിരിക്കും, പക്ഷേ നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. വെറുതെ ആർക്കും എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ. പക്ഷേ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഈ തരുന്ന പോലെ ഒരു ഷെഡ്യൂൾ പ്രകാരം വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 പരീക്ഷകളും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ 4 പരീക്ഷകളെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് അതിൽ വ്യത്യാസം വരുന്നത്? ഞാൻ ഇവിടെ ഒരു കമ്പാരിസൺ ചാർട്ട് RRBയുടെ നമ്മുടെ നോൺ ടെക്നിക്കൽ ബാച്ചസിൻ്റെ ഒരു കമ്പാരിസൺ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോൺ ടെക് ബാച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോൺ ടെക് ബാച്ച് നമ്മുടെ കൈവശം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ മാത്സ് ആൻഡ് റീസണിങ്ങിന് 180 അവേഴ്സാണ് ഏകദേശം ക്ലാസ്സുകൾ വരുന്നത്. ജനറൽ അവയർനെസ്സിന് നമ്മൾ 65 ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടാത്ത ഒന്നാണ് വീക്കിലി മന്ത്ലി കറണ്ട് അഫെയർ ക്ലാസ്സസ്. അതിനകത്ത് ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 65-നകത്ത് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കറണ്ട് അഫെയർ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടായിരിക്കും, മന്ത്ലി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ അവേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതല്ലാതെ സ്റ്റാറ്റിക് പാർട്ടിൽ മാത്രം നിങ്ങൾക്ക് 65+ അവേഴ്സ് RRB JEEയുടെ നോൺ ടെക് ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കും. 74 മണിക്കൂറിന് മുകളിൽ സയൻസിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 319 അവേഴ്സ് ആൻഡ് 270+ ടെസ്റ്റുകൾ, എക്സാമുകൾ, JEE പാറ്റേണിലുള്ള പരീക്ഷകൾ RRB JEE നോൺ ടെക് ബാച്ചിൽ അവൈലബിൾ ആണ്. ഇനി NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഏകദേശം 335 അവേഴ്സിൻ്റെ ക്ലാസ്സുകളും 100-ൽ പരം ടെസ്റ്റുകളാണ് നമ്മുടെ നോൺ ടെക് ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ കമ്പാരിസൺ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്കറിയാം NTPC പരീക്ഷയ്ക്ക് 4 മുതൽ 5 മാർക്ക് മാത്രമാണ് എന്തിനുള്ളത്, സയൻസിനുള്ളത്. അതുകൊണ്ട് തന്നെ സയൻസിൻ്റെ ക്ലാസ് അവേഴ്സ് അവിടെ കുറവാണ്. NTPC പരീക്ഷയ്ക്ക് 40 മാർക്ക് CBT 1-നും 50 മാർക്ക് CBT 2-നും എന്തുണ്ട്, GK ഉണ്ട്. അതുകൊണ്ട് തന്നെ 125+ അവേഴ്സ് ആണ് നമ്മൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്സ് ഓൾമോസ്റ്റ് സിമിലർ സിലബസ് ആണ്. ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. NTPCക്കും JEEക്കും സെയിം സിലബസ് ആണ് മാത്സിനും റീസണിങ്ങിനും ഉള്ളത്. അതുകൊണ്ടാണ് അതിന് സെയിം അവേഴ്സ് ഓഫ് ക്ലാസ്സസ് വന്നിരിക്കുന്നത്. സെക്ഷൻ കൺട്രോളറിന് എന്തില്ല, നിങ്ങൾ GK പഠിക്കേണ്ട കാര്യമില്ല, സയൻസ് പഠിക്കേണ്ട കാര്യമില്ല. 165+ അവേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റ് 100+ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സെക്ഷൻ കൺട്രോളറിൻ്റെ മാത്സും നമ്മുടെ JEEയുടെ മാത്സും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വർക്ക് ടൈം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയ പല ടോപ്പിക്സും എവിടെ പഠിക്കേണ്ട, സെക്ഷൻ കൺട്രോളറിനെ പഠിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ആ അവേഴ്സിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഈ സൂപ്പർ കോമ്പോയിൽ നിങ്ങൾക്ക് എന്താണ് ലഭ്യമാവുന്നത്? സെക്ഷൻ കൺട്രോളറിൻ്റെ ഈ ആഡ് ഓൺ ക്ലാസ്സസ് നമ്മുടെ JEEക്കും NTPCക്കും പഠിക്കാനുള്ള മാത്സ് ക്ലാസ്സിൻ്റെ പുറമെ സെക്ഷൻ കൺട്രോളറിൻ്റെ കോംപ്രിഹെൻഷൻ ഉൾപ്പെടെയുള്ള ബൈനറി ലോജിക് പോലെയുള്ള ടോപ്പിക്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഡ് ഓൺ ക്ലാസ്സസും, GK ബാച്ചിൻ്റെ നമ്മുടെ NTPC ലെവലിലുള്ള GK ക്ലാസ്സസും, സയൻസിൻ്റെ നമ്മുടെ JEE ലെവലിലുള്ള സയൻസ് ക്ലാസ്സും ഉൾപ്പെടെ 430ഓളം വരുന്ന അവേഴ്സ് അടങ്ങുന്ന 350-ൽ പരം ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു നോൺ ടെക് ബാച്ചാണ് നമ്മുടെ സൂപ്പർ കോംബോ 4-in-1 ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 4 പരീക്ഷകളെയും ക്രാക്ക് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കാണിച്ച പോലെയുള്ള ഷെഡ്യൂൾ പ്രകാരം ഈ ഇത്രയും അവേഴ്സ് ഓഫ് ക്ലാസ്സസിനെയും ഇത്രയും ടെസ്റ്റുകളെയും നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്ന് ഓരോ പരീക്ഷകൾ വരുന്നതിനേക്കാളും മുന്നേ അതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഓരോ പരീക്ഷയും നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന വീഡിയോ, നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ ഈ പറയുന്ന സൂപ്പർ കോംബോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഈ 3 പരീക്ഷകളെയും അല്ലെങ്കിൽ NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഉൾപ്പെടെയുള്ള 4 പരീക്ഷകളെയും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മുടെ കൈവശം 400-ൽ പരം മണിക്കൂറുകൾ ക്ലാസ്സുകളുണ്ട്, 350-ൽ പരം ടെസ്റ്റുകളുണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്, മാത്സ് റീസണിങ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ഉണ്ട്, സ്കോറിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സ്കോർ ക്വസ്റ്റ്യൻ കാർഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, സെലക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ നിങ്ങൾക്ക് റെയിൽവേയിൽ ഒരു ജോലി നേടാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് നമ്മുടെ സ്കോറിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം റെയിൽവേയിൽ ജോലി നേടാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോം താഴെ കൊടുക്കുന്നുണ്ടോ, ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കുക. സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല, നിങ്ങൾക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കുക, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.